ജെന്യൂനായിട്ടുള്ള റിവ്യൂ ആണ് പറയുന്നത്. പടം കൊള്ളാം. ഫസ്റ്റ് ഹാഫ് വേറെ ലെവലാണ്, നല്ല എൻ്റർടൈനറാണ്. പക്ഷേ സെക്കൻഡ് ഹാഫ് ആവറേജിലേക്ക് ഒതുങ്ങിയ പോലെ ആയിപ്പോയി. അപ്പം ക്ലൈമാക്സ് പ്രത്യേകിച്ച് അമീർ ഖാനെ പോലെ ഒരു നല്ലൊരു ആക്ടറെ കൈ കിട്ടിയതിന് ശേഷം കൊണ്ടുവന്നിട്ട് ഒരു അവസാനം അദ്ദേഹത്തെ നമുക്കൊരു ഹൈപ്പ് ഉണ്ടല്ലോ, അമീർ ഖാൻ ഉണ്ടെന്നുള്ള ഹൈപ്പ്, അദ്ദേഹത്തെ കൊണ്ട് നല്ല സ്ക്രീൻ പ്രസൻസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ. പക്ഷേ അമീർ ഖാനെ ഒന്നും ഇല്ലാതാക്കി കളഞ്ഞ അവസാനം. ആ ഒരു വിഷമമുണ്ട്. പക്ഷേ ലോകേഷ് എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല, അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ട് കാണിച്ചത് എന്തെന്ന് എനിക്ക് മനസ്സിലായില്ല. ആ ഒരു വിഷമം ഉള്ളിലുണ്ട്. പക്ഷേ പടം മൊത്തത്തിൽ ഓവറോൾ നോക്കുകയാണെന്നാൽ നല്ല പക്ക മാസ് എൻ്റർടൈനാണ്. എല്ലാവരും വേറെ ലെവലാണ്, ഒട്ടും ലാഗില്ല പടത്തിൽ. ലോകേഷിൻ്റെ തന്നെ ജെന്യൂനായിട്ടുള്ള പടം തന്നെയാണ്. പക്ഷേ സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ ബെറ്റർ ആക്കായിരുന്നു എന്നെനിക്ക് തോന്നി. അപ്പോൾ അതിലൊരു ചെറിയൊരു വിഷമം എനിക്കുണ്ട്. ഞാൻ അത്രയും നല്ലൊരു എക്സ്പെക്റ്റേഷനോടെ വന്നതാണ്. വേറെ എൽസിയു അങ്ങനത്തെ ഒരു എക്സ്പെക്റ്റേഷൻ അല്ല, നല്ലൊരു ലോകേഷിൻ്റെ പടം കാണാനായിട്ടൊരു എക്സ്പെക്റ്റേഷനിൽ വന്നതാണ്. പക്ഷേ സെക്കൻഡ് ഹാഫ് ഇച്ചിരി ഒരു ആവറേജും ഒക്കെ ആയിപ്പോയി. ക്ലൈമാക്സ് ഒരു നമ്മളെ വിഷമിക്കുന്ന തരത്തിൽ ആയിപ്പോയപ്പോൾ ചെറിയൊരു വിഷമമുണ്ട് എനിക്ക്. പക്ഷേ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റർടൈനാണ്, ഓക്കെയാണ് പടം, പക്കായിട്ട് ഓടും. എന്തോ അദ്ദേഹം എല്ലാം വേറെ ലെവൽ. സൗബിനൊക്കെ പക്കയാണ്, ഒന്നും പറയാനില്ല. നല്ല വൃത്തിയായിട്ട് സൗബിൻ ചെയ്തിട്ടുണ്ട്. ആ കൊടുത്ത ക്യാരക്ടർ ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ലോകേഷ് പറഞ്ഞതുപോലെ സൗബിൻ ആ ഒരു ക്യാരക്ടർ നല്ലോണം ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് ജനങ്ങൾ പറയുമെന്ന് പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. അദ്ദേഹം ഓക്കെയാണ്. പക്ഷേ എല്ലാവരും ഉപേന്ദ്ര സാറായാലും നാഗാർജുന എല്ലാവരും നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ തലവരറിയാമല്ലോ, ഭയങ്കര സ്വാഗതമായിരുന്നു. പക്ഷേ ചെറിയ വിഷമമുള്ളത് സെക്കൻഡ് ഹാഫ്. പിന്നെ അനിരുദ്ധിൻ്റെ ബീജും എല്ലാം വേണ്ടെടുത്ത് നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നല്ല പവറായിരുന്നു ബീജം. പല ഗൂസ് ബംസ് വരുന്ന രീതിയിലുള്ള ബീജംസ് ആയിരുന്നു, എല്ലാം പക്കയായിട്ടുണ്ടായിരുന്നു. ഓവറോൾ നല്ലൊരു മാസ് പടമാണ്. പക്ഷേ ചെറിയൊരു വിഷമം സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ ബെറ്റർ ആക്കായിരുന്നു എനിക്ക് തോന്നി. ഒരു ആവറേജിൽ ഒതുങ്ങിപ്പോയി എന്ന് തോന്നി. അതുകൊണ്ടാണ് ക്ലൈമാക്സ് പിന്നെ പറഞ്ഞല്ലോ, അമീർ ഖാൻ്റെ അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ട് ഒന്നും ഇല്ലാതാക്കി കളഞ്ഞ ഒരു ഫീല് വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ ഓക്കെ ആക്കായിരുന്നു എന്നൊരു തോന്നി. ഇത് ഞാൻ പറഞ്ഞ എത്രത്തോളം ആൾക്കാർ ഏറ്റെടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ ഒരു ജെന്യൂനായിട്ടുള്ളൊരു റിവ്യൂ ഞാൻ പറഞ്ഞതാണ്. താങ്ക് യു. ലോകേഷിൻ്റെ സ്ഥിരം പടങ്ങൾ പോലെ അത്രയ്ക്ക് വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ പവർ ഹൗസ് പോലത്തെ മാരകമായ BGM ഒക്കെ ഉണ്ടായിട്ട് അതൊക്കെ ക്ലൈമാക്സ് മാത്രം കുറച്ചൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം ഒരു നോർമൽ പടം. ഒരു ലോകേഷിന് ഇന്ന് പ്രതീക്ഷ അത്രയൊന്നും പടത്തിലില്ല മൊത്തത്തിൽ പറയാനാണെങ്കിൽ. ആകെ എന്താ പറയുക, കുറച്ച് ക്ലൈമാക്സ്, കുറച്ച് ഇൻട്രോ സീൻ, അതൊക്കെ മാത്രമേ കുറച്ച് ഭേദമായിട്ട് തോന്നിയുള്ളൂ. ബാക്കിയെല്ലാം ഒരു നോർമൽ ടൈപ്പിലാണ് പടം പോയത്. മൊത്തത്തിൽ അങ്ങനെ പടം കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. ഈ കണ്ട ഹൈപ്പിന് അത്ര ഒന്നും പടത്തിലില്ല, ഒരു നോർമൽ പടം അത്രേ ഉള്ളൂ. സൗബിൻ അത്യാവശ്യം നല്ല റോൾ തന്നെയായിരുന്നു. സൗബിൻ്റെ റോളുള്ളായിരുന്നു, അത്യാവശ്യം നല്ല റോൾ തന്നെയായിരുന്നു. സ്ഥിരം ടിപ്പിക്കൽ വില്ലൻ പോലെ തന്നെ, എന്നാലും കുഴപ്പമില്ല. സൗബിൻ അത്യാവശ്യം നല്ല സ്കോപ്പ് ചെയ്യാനുള്ള റോൾ ഉണ്ടായിരുന്നു. പിന്നെ വലിയ ഇതൊന്നുമില്ല, നമ്മൾ പ്രതീക്ഷ അത്രയൊന്നും ഇല്ല ഹൈപ്പിൽ. കാരണം ഇൻ്റർവെല്ലൊക്കെ ഭയങ്കരമായ ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നോർമൽ ഓടം പോലെ. ആ ക്ലൈമാക്സ് മാത്രം കുറച്ച് ഭേദമായിട്ട് തോന്നിയുള്ളൂ. വേറെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പടത്തിന് പറ്റിയിട്ടില്ല. ടിപ്പിക്കൽ ആ സാധനം പോകുന്നുണ്ട് എല്ലാത്തിലും. നല്ല സൗബിനൊക്കെ അടിപൊളിയാണ്. 1000 കോടി നോക്കുമോ? അതൊന്നും എനിക്കറിയാൻ പറ്റില്ല. എങ്ങനെയുണ്ട് പടം? കൊള്ളാം, നൈസ്. എല്ലാവരും ഉണ്ട്, നല്ല ക്യാമോണ്. കിട്ടിട്ടുണ്ട്, നൈസാണ് അത്യാവശ്യം. എല്ലാവരും നൈസ്. അനിരുദ്ധിന്റെ ബീജമൊക്കെ കൊള്ളാം. അങ്ങനെ അതിപ്പോ പറയാനില്ല, അതെന്താണ് ചെയ്യാ പറഞ്ഞല്ലോ. കുഴപ്പമില്ല. നല്ലോടാ. അമീർഖാൻ എല്ലാവരൊക്കെ തകർത്ത്. സൗകര്യമൊക്കെ കൊള്ളാം. കൊള്ളായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. നല്ലതായിരുന്നു തിയേറ്റർ എക്സ്പീരിയൻസ്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഏറ്റവും അതായത് നമ്മൾ ചെറുപ്പത്തിൽ കണ്ടുകൊണ്ടിരുന്ന ലെജൻസിൻ്റെ കൂടെയൊക്കെ ഒരു 19 ദിവസം വർക്ക് ചെയ്യാൻ പറ്റി. അത് തന്നെ ഇതിൽ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു ഭാഗ്യം എന്ന് പറയാം. പിന്നെ ലോകേഷിൻ്റെ യൂണിവേഴ്സിൽ അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ്. എന്താ പറയുക, നമുക്ക് എല്ലാവർക്കും നല്ല സ്ഥാനവും കിട്ടി, നല്ല റോളും ആയിരുന്നു. സാറിന് തലവരുടെ സൂപ്പർ പടം. ഒരു 88 ദിവസം ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. തായ്ലൻഡ് അങ്ങനെ സ്ഥലങ്ങളിൽ. സന്തോഷം, ചെറിയ ഭാഗങ്ങളാണെങ്കിലും ഇതിൽ വന്നൊരു സന്തോഷം.